സന്തോഷമുള്ളതാണെങ്കിലും നമ്മൾ വളരെയധികം എല്ലാം എനിക്ക് മനസ്സിലായി. പക്ഷെ വരുന്ന മേയർ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ ചോദ്യങ്ങളും തയ്യാറാക്കി വെച്ചതാ. പക്ഷെ അത് എല്ലാം വേസ്റ്റ് ആയി പോയില്ലേ? എനിക്ക് തോന്നുന്നത് അറിയാതെ നമ്മൾ ആരോ ഈ ഓഫീസിൽ വാച്ച് ചെയ്യുന്നുണ്ടെന്നോ. അതാരാണെന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ കണ്ടു. പക്ഷേ ഇതിന്റെ അകത്ത് കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ആരോ ഒരാൾ ഈ ഓഫീസിനകത്ത് കയറുണ്ട്. ഞാൻ തീർച്ചയായും കണ്ടുപിടിക്കും. ഈ സമയത്ത് നമ്മൾ ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ പോലെ പെരുമാറണം. ഞാൻ ആലോചിക്കുന്നു ആ സ്പൈ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. എനിക്കെന്തോ ഇങ്ങനെ നടക്കാൻ യാതൊരു സാധ്യതയില്ലെന്നാ തോന്നുന്നത്. അതൊരിക്കലും സംഭവിക്കില്ല. ഇത് നോക്ക്, ഇതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇത് ഒരു വലിയ കാര്യം തന്നെയാ. ഞാനിപ്പോ എന്താ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇനി മുതൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനാണ് ഈ ഓഫീസിന്റെ സെക്യൂരിറ്റി. ക്യാപ്പ് മാറിപ്പോയി. ഇപ്പൊ നോക്കിക്കോളൂ. എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? എവിടെയാണ്? ഇവിടെയുണ്ടോ? എന്റെ കമ്പ്യൂട്ടർ. നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞാൻ പൊട്ടിച്ചില്ല. വേണ്ട, ഞാൻ പറയുന്ന കേൾക്ക്. താഴെയാണ് ഞാൻ പറയുന്ന കേൾക്ക്. ഇത് നോക്ക്, എനിക്ക് ഇപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. ഈ ഓഫീസിൽ പുറത്തുനിന്ന് ആരും കയറിയിട്ടില്ല. നിക്ക്, ഇതുപോലുള്ള പെട്ടികളെല്ലാം സൂക്ഷിച്ചു തുറക്കണം. നിന്നെ സമ്മതിക്കണം. ഞാൻ ഇനി വേറെ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇനിയൊരു പ്രശ്നവും ഇല്ല. മാത്രമല്ല നിങ്ങൾക്കൊരു അപകടവും സംഭവിച്ചില്ല. ഞാൻ നിങ്ങൾക്കൊരു സെൽഫോൺ അയച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഫോണിൽ വിളിച്ച് സംസാരിക്കാം. ബൈ. നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാലേ ന്യൂസ് പുറത്തു പോവുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് കേട്ടിട്ട് എല്ലാം നശിപ്പിച്ചില്ലേ? ആരായിരിക്കും കൊണ്ടുവന്ന് വെച്ചത്? അവന് കെട്ടിടം വിട്ട് പുറത്തു പോകാൻ വഴിയില്ല. എന്തെങ്കിലും അടയാളം കിട്ടിയോ? ഇല്ല. ഇതാ കിട്ടി. എന്താ അത്? ചോക്ലേറ്റിന്റെ കവർ ആരോ തിന്നിട്ടിട്ടതാ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാ. രണ്ടുപേരും വേഗം ഇങ്ങോട്ട് പോ. അതെ, ഇത് കണ്ടോ? അത് അവൻ തന്നെയാ. നമുക്ക് അവനെ എത്ര പെട്ടെന്ന് പിടിക്കാൻ പറ്റും? അവൻ എന്ത് വേഗത്തിലാ ഡ്രൈവ് ചെയ്ത് പോകുന്നെന്ന് നോക്കിയേ. നമുക്ക് അവനെക്കാളും വേഗത്തിൽ പോയി പിടിക്കാമല്ലോ. ഇല്ലില്ല, വേഗത്തിൽ പോകുന്ന അത്ര നല്ല കാര്യമല്ല.